ഹായ്, നമ്മള് കുറച്ച് ദിവസമായിട്ട് ഈസ്റ്റർ ആയതുകൊണ്ട് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ഇപ്പൊ വന്ന് കയറിയോ പിന്നെ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് അൺബോക്സ്. ഇത് നമ്മുടെ പെട്ടിയാണ്. സോ ഈ പെട്ടിയില് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുക സംഭവം. അപ്പൊ നമുക്ക് പൊട്ടിച്ചാലോ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒഴിക്കും നിങ്ങൾ കൺസിഡർ ചെയ്ത്, കാരണം നമ്മള് പോയപ്പോൾ അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, പറ്റുമോ? ഇത് നമ്മുടെ വീട്ടിലുള്ള. അപ്പൊ എന്തൊക്കെയാന്നുള്ളത് ഷാരോൺ ഇപ്പൊ പറയുന്നതായിരിക്കും. ഇത് മമ്മി അവിടെ വറുത്ത ചക്ക. ഇതുണ്ടല്ലോ, ഞാൻ ഡ്രസ് വെച്ചിട്ട് കഴിക്കുമ്പോൾ പറ്റില്ല. നല്ല കറുമുറും നല്ല ചക്കയാണ്. ചക്ക വറുത്തത് നമ്മുടെ വീട്ടിൽ കട വാങ്ങിക്കുന്ന പോലെയല്ല. ഇത് അവിടെ നോക്കോ, ഇത്ര നല്ല കറുമുറും ചക്കയാണ്. ഇത് നമ്മുടെ വീട്ടില് നമ്മുടെ പച്ച ചിപ്സ് കാവാത്തതാണ്. ഇതിനെ കഴിച്ചു നോക്കില്ല. ചിലപ്പോൾ നമുക്കിത് പാക്ക് ചെയ്താക്കാം. ഇത് ഇതിനവിടെ പ്രാന്ത് നോക്കിട്ട് അവിടെ നോക്കിട്ട് നമ്മൾ കുറച്ച് ചെടികളാണ് ഞാൻ നടാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇത് നട്ട് വളർന്ന് ഇതിൽ കാണിക്കുന്നതായിരിക്കും. അതെ, പൂവായതിനു ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതൽ എനിക്ക് അമ്മ സ്കൂളിൽ പോകുമ്പോൾ വറുത്ത് തരുമായിരുന്നു. സോ ആ സാധനം ഇത് നമ്മൾ കടയിൽ നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി. കോവയ്ക്കുണ്ട്, മുളകുണ്ട്. അതെ, ഇത് പാവയ്ക്കാണ്. അടിയിൽ കോവയ്ക്കുണ്ട്. അതാ കോവയ്ക്ക. ഇതൊക്കെ ഉണങ്ങി മമ്മി ഉണക്കിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞത് വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനിയുള്ളത് ഇത് നാച്ചുറൽ അല്ല, ഇത് അവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹോളിയാണ് കണ്ണക്കാർ പറയുന്നത്. നമ്മുടെ ബോളി ഇത് കണ്ടിട്ടുള്ളൂ. 2 പാക്കറ്റ് നമുക്കിനി പായസം കൂട്ടിട്ടോ പെട്ടെന്ന് കഴിക്കാം. വാ, ഇത് നമ്മുടെ അച്ചാറായിരുന്നു. അച്ചാർ നമുക്ക് കവർ ചെയ്യാത്തത് കൊണ്ട് കവർ ചെയ്ത് പുറത്ത് പോയിട്ടില്ല. എന്താ അച്ചാർ പറ? ഇത് രണ്ടും മാങ്ങ, കണ്ണി മാങ്ങ അച്ചാർ. കണ്ണി മാങ്ങയാണോ? കണ്ണി മാങ്ങ അച്ചാർ ഇത് രണ്ടും. ഇനിയുള്ളത് ഇത് നമ്മുടെ അവരുടെ നാട്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സാധനം. എന്തായാലും പുന്നാർപ്പൊടി, അതിന്റെ ജ്യൂസാണ് ഇത്. സോ ഇത് അവര് വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ജ്യൂസ് സ്ക്വാഷ് പോലെ വാങ്ങിച്ചിട്ട് പോകുന്നത്. നല്ല നല്ല പോഷാണ്. ഓൾറെഡി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് അങ്ങനെ മനസ്സിലാവും. പിന്നെ ഇത് നമ്മുടെ മഞ്ഞളൊടി, നമ്മുടെ മഞ്ഞളൊടി തീർന്നായിരുന്നു. അപ്പൊ വീട്ടിൽ മമ്മി കുടിപ്പിച്ച മഞ്ഞൾ എടുത്തോളൂ. ഓക്കെ, എന്താണ് മക്കളെ പച്ചരി? അതിനാണ് കനം കൂടുതൽ. ഈ പച്ചരി നമ്മൾ എന്താ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, തിരിച്ചു വെച്ചോ. പച്ചരി കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നമ്മൾ പച്ചരി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ഒന്ന് മാറ്റി. അപ്പൊ മിക്സി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശമാവ് കറക്കാൻ വിചാരിച്ചു. നമ്മൾ പച്ചരി ഇത് കോവയ്ക്കാം. കോവയ്ക്ക പിന്നെ കറിയൊക്കെ. ഇത് ചീനിക്കിഴങ്ങ്, ലൈക്ക് സ്വീറ്റ് പൊട്ടേറ്റോ. അവിടെ വീട്ടിലുണ്ടായ റെഡ് കളർ സ്വീറ്റ് പൊട്ടേറ്റോ. അവിടെ വീട്ടിലുണ്ടായ സ്വീറ്റ് പൊട്ടേറ്റോ. ഇത് ജിജിന്റെ വീട്ടിലുണ്ടായ കപ്പ. ഓ മൈ ഗോഡ്, ഈ കപ്പയൊക്കെ നല്ല കപ്പ നമ്മൾ ബിരിയാണി കാക്കുന്നത് നല്ല ടേസ്റ്റാണ്. കപ്പയും ബീഫും അല്ലെങ്കിൽ മീൻകറി ആണെങ്കിൽ സൂപ്പർ. ഈ കപ്പ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇത് മമ്മി പറഞ്ഞായിരുന്നു. കപ്പ ക്ലീൻ ചെയ്ത് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് കഴുകി കൊത്തി തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ ഫ്രീസറിൽ കുറെ നാൾ കേടുകൊണ്ടിരുന്നു. നമുക്ക് എപ്പോൾ വേണം കറി വെക്കേണ്ടത് ആ സമയത്ത് എടുത്ത് നേരെ കുക്കറിൽ തിരിച്ചാൽ മതി. അത് നമുക്കത് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിപ്പോ സിജിലെ കസിൻ വന്നപ്പോൾ കൊടുത്തുന്ന കുറച്ച് എടുത്തിട്ട് പോകുന്നു. ബാക്കി അവിടെ ഇരിക്കുന്നു. നമ്മൾ കുറച്ച് വേസ്റ്റ് ചോക്ലേറ്റ് എന്തൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, തേങ്ങ, കുറച്ച് തേങ്ങയാണ്. തേങ്ങയാണ്. ഇതാണ് മക്കളെ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മുടെ ഗീ ഒക്കെ വലുതായി ഇത് നമ്മുടെ വിളിച്ചെന്താ ഇത് നെയ്യുണ്ടല്ലോ. അതിന്റെ മണം എന്റെ പൊന്ന് സാറേ സയ്യാതിരത്തിലെ മണം. ഞാൻ ഫ്രിഡ്ജ് വന്നപ്പോ ഈ നെയ്യ് ലിക്കടിച്ച കാണിക്കും. ഓപ്പൺ ചെയ്ത്
ഇതാണ് ഒറിജിനൽ നെയ്യ്. പഴവും ഇട്ട് വാട്ടിയിട്ട് ഇനി നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒന്നുമില്ല. ഇനി നമുക്കുള്ളത് പൊട്ടിക്കാനുള്ളത് ബാഗാണ്. അപ്പൊ അത് പൊട്ടിക്കാം. ഈ ബാഗിൽ തന്നെ ഉണ്ട് മക്കളെ ഒരു 5 കിലോ വെയിറ്റ്. ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനമുണ്ട്, അതിനെ കാണിച്ചത്. ഇത് അമ്മ എനിക്ക് ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടി തന്നു വിട്ടതാണ്. 2 പഴം, 2 3 പഴം ഞാൻ കഴിച്ചില്ല. അത് നമ്മൾ ഇപ്പൊ പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് തുറക്കാം. ഇതിനകത്തൊരു ഞാൻ കുറെ നാളുകളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമുണ്ട്. അവിടെ ഞാൻ അടിച്ചു മതി കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചത് അത് എവിടെ ഇരിക്കണമെങ്കിൽ തപ്പി എടുക്കേണ്ടത്. ഇത് നമ്മുടെ മേക്കപ്പ് സെറ്റ് സാധനങ്ങളാണ്. ഇതിനകത്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്താ സംഭവം. ഇത് മാത്രം കാണിച്ചു തരാം. ഞാൻ ഗസ് ചെയ്താൽ മതിയോ? ഇത് വെച്ചിട്ട് ഒന്ന് ഗസ് ചെയ്യും എന്താ സംഭവം. നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാത്ത് ആൻഡ് ബോഡിന്റെ ബോഡി ലോഷൻ. ഇതിന്റെ മണം ഉണ്ടല്ലോ, പോയി നല്ല സ്മെല്ലാ. ഇത് ഞാൻ എന്റെ ഓഫീസിലെ കൊളീഗ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിന്റെ മണം ഒടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് റേറ്റ് നോക്കി പറയും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഒരു 1000 സംതിങ് ഒക്കെ അതിന്റെ റേറ്റ് ഉണ്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയപ്പോൾ കിച്ചണിൽ സാധനം ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ സെക്കൻഡോട് എന്താ സംഭവം നോക്കാൻ പറഞ്ഞപ്പോൾ അവർ ഈ ഫ്ലേവറാണ് വായിച്ചത്. അപ്പൊ എനിക്ക് കുപ്പി കണ്ടപ്പോൾ ഡൗട്ട് ചെന്നു ബാത്തൻ പൊടിയാണോ. ഞാനെടുത്ത് നോക്കിയപ്പോൾ ബാത്തൻ പൊടിന്റെ ബോഡി ലോഷൻ. അമ്മ ഇത് എന്റെ ഭയങ്കര നാളത്തിന് ആഗ്രഹമാണ് ബാത്തൻ പൊടി ബോഡി ലോഷൻ. അതൊക്കെ കെട്ടിയിരിക്കുന്നു മമ്മി വെച്ച് അടിച്ചു മാറ്റിയിരിക്കുന്നു. അത് മാത്രമേ അടിച്ചു മാറ്റുള്ളൂ. ഓക്കെ, പിന്നെ ആ മമ്മി ഒരു ബോഡി വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോർമൽ ഇവിടെ ഉള്ള ബോഡി വാഷ്. ഇത് നമ്മുടെ ഇതിനകത്താണ് ബോഡി വാഷ് ഉള്ളത്. ലക്സിന്റെ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെയാണ്. വാഷ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഇതാണ് മക്കളെ സാധനം. അതിന് മുന്നേ ഇവിടെ ഒരു സാധനമുണ്ട്. ഇതെടുക്കാൻ നമ്മുടെ മോര് ചാറാണത്. വീട്ടിൽ മമ്മി ഉണ്ടാക്കി കൊടുത്തിട്ട് മോര് ചാറ് കഴിക്കാനായിട്ട് വെച്ചു. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഇതെടുക്കാനാണ് മക്കളെ പാട്. ഓ എൻ്റെ പൊന്നോ, ഇതിനെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈത്തക്കൊലയാണ്. ഇതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു ഏത്തക്കൊല്ലിൻ്റെ നീളം കാണിച്ചു തരാം. അതും ഭയങ്കര വലിയ സൈസുമാണ്. ചെറിയ സൈസൊന്നും അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഏത്തക്കൊല അത്ര ഉണ്ട്. ഇതിലും വലുതുണ്ടായിരുന്നു. ഇതിന് വലുതായിരുന്നു ഇതിന് മുന്നേ കൊണ്ടുവന്നത്. അത് ഇത്രയും നീളത്തിലുള്ള ഏത്തക്കൊലയായിരുന്നു. അത് ഒരു നേരം നമുക്ക് കഴിക്കാൻ ഭയം അറിയും. ഇത്രയും നീളമുള്ള ഏത്തക്കൊലയാണ് കൊണ്ടുവന്നത്. എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാം. ഈ കപ്പേന്റെ അത്ര നീളം ഉണ്ടായിരുന്നല്ലേ? ഇത്രയും നീളം ഉണ്ടായിരുന്നു ആ ഒരു ഏത്തക്കൊലയ്ക്ക്, ഒരെണ്ണത്തിന് മാത്രം. അങ്ങനെ ഒരു 2-3-4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ വീട്ടിലും കൊടുക്കും തോന്നുന്നു അല്ലെ, മേലിലും കൊടുത്തു. സിജിലെ ഫ്രണ്ട് ഉള്ള അവർക്കും കൊടുത്തു. പ്രധാനക്കാട്ട ഏത്തപ്പഴം ഇതിന്റെ വണ്ണം കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കുന്നതാണ്. ഞാൻ കുറച്ച് മമ്മിയെടുത്ത് പറഞ്ഞത് എനിക്ക് കാക്കറി ഉണ്ടാക്കാൻ വേണ്ടി, പച്ചക്കാക്കറി. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കുത്തിപ്പൊട്ടിച്ചിട്ട് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ വരുത്താം. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഹാപ്പി, ഹെൽത്തി ആൻഡ് ബൈ.